ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ സോഷ്യൽ മീഡിയ ദിവസവും ഒരുപാട് ചികിത്സാ സഹായ അഭ്യർത്ഥനകൾ കാണാറുണ്ട്. മിക്കപ്പോഴും അതൊക്കെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവാറാണ് പതിവ്. കാരണം നമുക്ക് ദിവസവും കാണുന്ന ഒരുപാട് കേസുകളിൽ ഒന്ന് മാത്രമായിരിക്കാം ഇത്. പക്ഷെ ആ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് അത് അവരുടെ ആകെയുള്ള ഒരു തുണയാണ്, അല്ലെങ്കിൽ ആ വീടിന്റെ ഏകനാഥനായിരിക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മലപ്പുറം എടരിക്കോട് സ്വദേശിയായ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് അബ്ദുൽ ഗഫൂറിന് വേണ്ടിയാണ്. അവന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ദൗത്യത്തിനാണ് ഗഫൂർ ചികിത്സാ സഹായ കമ്മിറ്റി എന്ന രീതിയിൽ ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഗഫൂറിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. 2021 ഗഫൂറിന്റെ ഉമ്മ ഒരു കിഡ്നി നൽകിയത്. നിർഭാഗ്യവശാൽ ഏതാനും മാസങ്ങൾക്കകം ആ വൃക്ക പ്രവർത്തനരഹിതമായി. ഇപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയായി അവന്റെ ഭാര്യയുടെ ഉമ്മ തന്റെ കിഡ്നി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അടുത്ത മാസമാണ് അദ്ദേഹത്തിന്റെ സർജറി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ മുമ്പ് നടന്ന സർജറിയുടെ പശ്ചാത്തലവും അതേപോലെ ശരീരം പുതിയ അവയവം സ്വീകരിക്കുന്നതിനായി സർജറിക്ക് മുമ്പും ശേഷവും വിലയേറിയ ടെസ്റ്റുകളും മറ്റും ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ദീർഘകാല തുടർ ചികിത്സയും വേണം. സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാതെ വാടക വീട്ടിൽ കഴിയുന്ന ഈ സാധാരണ കുടുംബത്തിനെ സംബന്ധിച്ച് ഈ തുക നിലവിൽ ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഉമ്മയുടെയും ഭാര്യയുടെയും കണ്ണീരൊപ്പാൻ നമുക്ക് ചെറിയൊരു കൈത്താങ്ങ് കൊണ്ട് സാധിക്കും. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ നിങ്ങളുടെ സഹായം എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ചികിത്സാ സഹായ കമ്മിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഗഫൂറിന്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയെക്കുറിച്ചോ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികളുടെ പേരും ഫോൺ നമ്പറും ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കുന്നു. നന്ദി.